രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് വൈകിയ സമയത്ത് നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്നും ചില ആത്മീക സത്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പൗലോസ് പറഞ്ഞു വെക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുക. പൗലോസ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. അപ്പോൾ വാസ്തവത്തിൽ മാനുഷിക വാക്കുകൾക്കല്ല, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ശക്തമേറിയ വചനത്തിന് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുവാനായിട്ട് കഴിയും. ആ ദൈവവചനത്തിൻ്റെ ഇറങ്ങിയുള്ള ഹൃദയത്തിലേക്കുള്ള പതനം, അതുള്ളിലേക്ക് പതിക്കുന്നത് നമുക്ക് ആശ്വാസത്തിന് കാരണമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ ഒരു പ്രഭാഷണത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-22 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-22 വാക്യം. നമ്മുടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. 22-ാം വാക്യം. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഭാഷണം എന്ന് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള മാളികമുറി പ്രഭാഷണം, അപ്പർ റൂം ഡിസ്കോഴ്സ് എന്ന് നാം അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. തൻ്റെ അരുമ ശിഷ്യന്മാരോട് ഒരുമിച്ച് കർത്താവ് തൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയം ചിലവഴിച്ചതാണ് ഈ മാളികമുറിയിൽ, സെഹിയോൻ മാളികയിൽ. മാത്രമല്ല, അവിടെ വെച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന് അല്പ ഹൃദ്യത കൂടുതലാണ് എന്ന് ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഗിരിപ്രഭാഷണത്തിലൂടെ തൻ്റെ പ്രഭാഷണം ആരംഭിച്ച കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതൊക്കെയും മോറലായിരിക്കുന്ന കാര്യങ്ങളായിരുന്നു എങ്കിൽ, കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസഭിത്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, സ്വാന്തനിപ്പിക്കുന്ന ചില വാക്കുകളാണ്. അങ്ങനെയുള്ള കർത്താവിൻ്റെ ഈ പ്രഭാഷണത്തിൽ കർത്താവ് നമുക്ക് ആശ്വാസത്തിനായിട്ട് നൽകിയിരിക്കുന്ന ചില പ്രത്യേക വാഗ്ദത്തങ്ങളും പ്രത്യാശയുടെ ചില വസ്തുതകളുമുണ്ട്. ഞാനതാണ് നിങ്ങളോട് ഒരുമിച്ച് ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. 13-ാം അധ്യായം മുതൽ കർത്താവ് ആ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കർത്താവ് കഴുകി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുവർത്തുകൊണ്ട് ആ കാലുകളെ തുടച്ചു. എന്നിട്ട് അവരോട് ഹൃദയസ്പർശിയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇതിനെ നാം വിളിക്കുന്നത് വിടവാങ്ങൽ പ്രസംഗം എന്നാണ്. കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം. കർത്താവ് വിടവാങ്ങി പോവുകയാണ്. അതുണ്ടാക്കി വെക്കുന്ന വേദന നിസ്സാരമായ ഒരു വേദനയല്ല. ഈ വാർത്ത അറിയുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള ആ തുടിപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കാരണം കർത്താവ് അവരോട് പറയുന്ന വിഷയങ്ങളും, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നുള്ളതും, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല എന്നുള്ളതും, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ 3.5 വർഷം കൂടെ ഉണ്ടായിരുന്ന, ഉണ്ടുമുറങ്ങിയും നടന്ന് ജീവിച്ചിരുന്ന ശിഷ്യന്മാരുടെ ഹൃദയത്തിന് ഒരു വലിയ തേങ്ങലുണ്ടായി. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രഭാഷണം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. വായിച്ചപ്പോൾ അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് തീരും. യുവർ സോറോസ് വിൽ ടേൺ ഇൻടു ജോയ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ദുഃഖിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, ദുഃഖമുണ്ടാകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം ദുഃഖമുണ്ടാകും, എന്നാൽ ആ ദുഃഖം എങ്ങനെയായി മാറും? അതൊരു സന്തോഷമായിട്ട് മാറും.
ഇനി എങ്ങനെയാണ് ദുഃഖം സന്തോഷമായി മാറുന്നതെന്നാണ് 22-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ കർത്താവിന്റെ ആബ്സൻസിനെ കുറിച്ച് പറയുന്ന ഒരു വിഷയമാണ്. കർത്താവ് പറഞ്ഞു, കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. പിന്നെയും കർത്താവ് പറഞ്ഞു, കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇവർക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത്. പക്ഷെ കർത്താവ് പറയാണ്, അല്ല, കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ എന്നെ കാണും. അപ്പോൾ ഈ സംസാരം, കർത്താവിന്റെ ഈ വാക്കുകൾ വാസ്തവത്തിൽ ഒന്നും മനസ്സിലാക്കിയെടുക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയതുകൊണ്ട് കർത്താവ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ആ വിശദീകരണത്തിലാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ദുഃഖം, അതായത് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ ദുഃഖിക്കും, പക്ഷേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് തീരും. എപ്പോഴാണ് സന്തോഷമാകുന്നത്? നിങ്ങൾ എന്നെ കാണുമ്പോൾ സന്തോഷമായിട്ട് തീരും. ഞാൻ ആ ഒരു വിഷയം ഇവിടെ ഒന്ന് കൊണ്ടുവരട്ടെ. അമ്മച്ചി പോയതിൻ്റെ ദുഃഖം എല്ലാ ഹൃദയങ്ങളിലും ഉണ്ട്. ഇനി ഇത് എപ്പോഴാണ് സന്തോഷമായിട്ട് തീരുന്നത്? എപ്പോഴാണ് സന്തോഷമായിട്ട് തീരുന്നത്? ഇനി നമ്മൾ താമസിക്കാതെ അമ്മച്ചിയെ കാണും. അമ്മച്ചിയെ കാണുമ്പോൾ ഈ ദുഃഖമെല്ലാം സന്തോഷമായിട്ട് തീരും. അപ്പോൾ ഇത് പറയുന്നതിനോട് ചേർത്താണ് കർത്താവ് 14-ാം അധ്യായത്തിൽ ഒരു കൂട്ടം വാഗ്ദത്തങ്ങൾ ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ അവസാനം ഈ ഭാഗം ഒന്ന് വിശദീകരിക്കാം. അതുകൊണ്ട് കർത്താവ് ഈ വാഗ്ദത്തം നൽകുമ്പോൾ ഈ 14-ാം അധ്യായത്തിൽ ഒരു കൂട്ടം കാര്യങ്ങൾ ഈ പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിക്കുവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാർക്ക് നൽകി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വരാം 14-ാം അധ്യായത്തിലേക്ക്. 14-ാം അധ്യായത്തിൽ കർത്താവ് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് ഒരു വാഗ്ദത്തം ഇങ്ങനെ പറയുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യാശയുടെ നല്ലൊരു വാഗ്ദത്തമാണത്. 13-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പോൾ കർത്താവ് ഒന്നാമത് ഈ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നിരവധി കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വാഗ്ദത്തം അവർക്ക് കൊടുക്കുകയാണ്. അതിങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ എന്ത് ചെയ്യാം? പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. എന്തിനാ ചെയ്തു തരുന്നത് പറഞ്ഞിട്ടുണ്ട്? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത്. പ്രിയ സാമജാന് ഇവിടെ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് ഇതൊരു കാരണമായിട്ട് തീരണം. ഞാൻ ചോദിക്കട്ടെ, ഒരു മരണം കൊണ്ട് ദൈവത്തിന് തന്റെ നാമം മഹത്വം എടുക്കാനായിട്ട് കഴിയുമോ? ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുകയില്ലെങ്കിൽ നമ്മെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാം മരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ മരണത്തിലൂടെയും ജയമെടുക്കുകയും മഹത്വമെടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് നൽകിയ വാഗ്ദത്തത്തിൽ ഒന്നാമത് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു. അവിടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് വിഷയമെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവ മഹത്വം അത് നിങ്ങളിലൂടെ വെളിപ്പെടും. അതാണ് കർത്താവ് അവിടെ പറയുവാനിടയായിട്ട് തരുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പിതാവിനോട് അപേക്ഷിച്ചോ ആ അപേക്ഷിച്ചതിന് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് കർത്താവ് ഓർമ്മിക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. നാം പ്രാരംഭത്തിൽ കേട്ടതുപോലെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏറെ സ്നേഹിച്ച ബഥാനിയയിലെ ലാസറിന്റെ കുടുംബത്തെ നാം കാണുന്നുണ്ട്. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് ആളുകൾ ചെന്ന് കർത്താവിനോട് പറഞ്ഞു. പക്ഷേ കർത്താവ് ഇരുന്നിടത്തുനിന്ന് അവിടേക്ക് പോകാനായിട്ട് മനസ്സ് കാണിച്ചില്ല. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ച വിവരം കർത്താവ് മനസ്സിലാക്കിയിട്ട് അവന്റെ അടുക്കലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഈ രോഗത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു, ഈ രോഗം എന്തിനുള്ളതല്ല, ഇത് മരണത്തിനുള്ളതല്ല, പിന്നെ ഇതിനു വേണ്ടിയാ, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ലാസർ മരിക്കാനായിട്ട് പോവുകയാ. ലാസർ മരിക്കും, പക്ഷെ അതിലൂടെ സകലവും അറിയുന്ന നമ്മുടെ കർത്താവ് പറയുകയാണ്, ഇത് മരണത്തിന് വേണ്ടിയല്ല, പിന്നെയോ ഇതിലൂടെ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. ദൈവ മഹത്വം, പുത്രൻ മഹത്വം എടുക്കുവാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് ഈ രോഗവും ഈ മരണവും എന്നാണ്
അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് കർത്താവ് നൽകിയ വാഗ്ദത്വം നമുക്ക് മുറുകെ പിടിക്കാം. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിനെന്ന് അരുളി ചെയ്ത കർത്താവ് ഇവിടെ ശിഷ്യന്മാർക്ക് വാഗ്ദത്വം കൊടുത്തിട്ട് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷകളിലൊക്കെ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്കും ഒരു ചിന്തയുണ്ടാകണം, കർത്താവിന്റെ നാമം മഹിമപ്പെടണം. കർത്താവ് തന്റെ മഹത്വം തന്റെ മക്കളിലൂടെ എടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ അമ്മച്ചിയുടെ ധന്യമേറിയ ജീവിതത്തെ സ്മരിക്കുമ്പോൾ അതിലൂടെയും ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കാനായിട്ട് ഇടയായിട്ട് തീരണം. അപ്പോൾ ഒന്നാമത് നാം വായിച്ചത് ഇങ്ങനെയാണ്, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. രണ്ടാമത്തെ വാക്തത്വം നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. രണ്ടാമത്തെ വാക്തത്വം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇവിടെ കർത്താവ് നൽകുന്ന രണ്ടാമത്തെ വാഗ്ദത്തം ഇതാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ നൽകാം. മലയാള ഭാഷയേക്കാൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അല്പം കൂടി വലിപ്പമുണ്ട്, മൂല്യമുണ്ട് ഈ വിഷയവുമായിട്ട് ചിന്തിക്കുക. അവിടെ കർത്താവ് പറയുമ്പോൾ ഐ വിൽ സെൻഡ് യു എ കംഫോർട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആരെ തരാം? ഒരു കംഫോർട്ടറെ തരാം, ഒരു ആശ്വാസപ്രദനെ തരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നൽകിയ വാഗ്ദത്തം ഇതാ, ഞാൻ പോവുകയാണ്, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. പക്ഷെ ഒറ്റ കാര്യം, ഞാൻ പോയാൽ നിങ്ങൾക്ക് ആരെ തരാം? ഞാൻ നിങ്ങൾക്കൊരു ആശ്വാസകനെ തരാം, ആശ്വാസകനെ തരാം. അതുകൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ ഈ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ വലിയ പ്രതിസന്ധിയെ, ഈ വേർപാടിന്റെ വേദനയെ നാം അതിജീവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആശ്വാസകനാണ്, ആശ്വാസപ്രദനാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ആശ്വാസത്തെ ലഭിക്കുന്നു. ഈ ആശ്വാസപ്രദനെ കുറിച്ച് നാം 16-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ആ ആശ്വാസപ്രദൻ വരും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, എനിക്ക് നിങ്ങൾക്കും ഈ ഭൂമിയിൽ മാനുഷികമായ വാക്കുകളാൽ ആരാലും ആശ്വാസം പ്രാപിക്കുവാൻ കഴിയാത്തവരായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥ ആശ്വാസത്തെ തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇത് കർത്താവിന്റെ അതിമഹത്തായ വാഗ്ദത്തമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ആരെ തരാം? ഞാൻ ആശ്വാസപ്രദനെ തരാം. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ഇരിക്കുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ലോകത്തിലുള്ള ആളുകളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ലോകത്തിലെ ആളുകൾ പലപ്പോഴും ഒരു മരണത്തിന് മുമ്പാകെ രണ്ട് കൈയും നെഞ്ചത്തേക്ക് അടിച്ചിട്ട് വലിയ ആപരാധിയോടെ ഉറക്കെ കിടന്ന് നിലവിളിക്കുന്ന കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. എന്നാൽ പറയട്ടെ, ദൈവജനം മരണത്തിന് മുമ്പിലും പതറാതെ നിൽക്കുകയാണ്. ഞാൻ പലയിടത്തും ഇങ്ങനെയുള്ള ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഒരു സ്നേഹിതന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആ കുടുംബത്തിൽ പോയപ്പോൾ ആ മാതാവ് പറഞ്ഞ ഒരു വാക്കാണ്. ആ വാക്കിങ്ങനെയായിരുന്നു അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ പൊന്നു മോനെ, ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെയും എന്തുണ്ട്, ഒരു പ്രത്യാശയെങ്കിലും ഉണ്ട്, ഞങ്ങൾക്ക് അതുപോലും ഇല്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ മധ്യത്തിൽ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്? നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ നമ്മെ ആശ്വസിപ്പിച്ച് സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിൽ മൂന്നാമേ എനിക്കും നിങ്ങൾക്കും വേണ്ടി തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ആത്മനാഥൻ ആ പരിശുദ്ധാത്മാവിനെ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകുന്നു. അത് കർത്താവിന്റെ രണ്ടാമത്തെ മഹത്വമേറിയ വാഗ്ദത്തമാണ്. ഇനി മൂന്നാമത്തെ വാഗ്ദത്തത്തിലേക്ക് ഒന്ന് വരാം. നോക്കുക, 18-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്ന മൂന്നാമത്തെ വാഗ്ദത്തം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകുന്നു വേണ്ട. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ എങ്ങനെ വിടുകയില്ല? അനാഥരായിട്ട് വിടുകയില്ല. ഓർഫൺ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അനാഥരായിട്ട് വിടുകയില്ല. ഒരിക്കലും നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല. പലപ്പോഴും നമ്മൾ പറയും അത് ഏകാന്തമായ ജീവിതം അല്ലയോ എന്ന്. ശരിയാ, അതൊരു ഏകാന്തമായ ജീവിതമാണ്. പക്ഷേ ആ ഏകാന്തമായ ജീവിതത്തിൽ കർത്താവിന്റെ വാഗ്ദത്തത്തിന് വലിയ വിലയുണ്ട്. മനസ്സിലാക്കാൻ ഞാനൊരു ദൃഷ്ടാന്തം പറയട്ടെ. ഈ ഏലിയാവെന്ന ദൈവഭൃത്യം വിചാരിച്ചു, ഈ ലോകത്തിൽ തനിക്ക് കൂടെ ആരുമില്ല, ഞാൻ തനിയാണ്,
എനിക്ക് ഒരു മനുഷ്യരുമില്ല. അതുകൊണ്ട് താനും അവനത് പറഞ്ഞു, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്, മരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ നടന്ന് മല കയറി പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ചെന്ന് ഗുഹാമുഖത്ത് ചെന്ന് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം ഗുഹയ്ക്കുള്ളിലേക്ക് നിൽക്കുമ്പോൾ ആ ഹോരേബിൽ ഗുഹയുടെ ഉള്ളിൽ കടന്നിരിക്കുന്ന ഏലിയാവ് ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ ഏറെ ആഗ്രഹിച്ചു. അപ്പോഴാണ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായത്. ഏലിയാവ് വെളിയിലേക്ക് വന്നു. ഭൂകമ്പത്തിൽ ദൈവമുണ്ടെന്ന് താൻ വിചാരിച്ചു എന്നാണ് വായിക്കുന്നത്. പക്ഷെ ഭൂകമ്പത്തിൽ ആരില്ലായിരുന്നു? ദൈവമില്ലായിരുന്നു. വലിയ തീ ഉണ്ടായി. തീ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണെന്നറിയാം. അപ്പോൾ ആ തീ ഉണ്ടായപ്പോൾ തീയിൽ ദൈവം കാണുമെന്ന് നോക്കി. പക്ഷെ ആ തീയിൽ ദൈവമില്ല. ആ ഏകാന്തത പിന്നെയും തന്നെ വല്ലാണ്ട് അലട്ടുവാനായിട്ട് തുടങ്ങി. പിന്നെ ഒരു വലിയ ഇടിമുഴക്കമുണ്ടായി. ഇടിമുഴക്കത്തിലും താൻ പ്രതീക്ഷിച്ചു, ആരുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവിടെയുമില്ല. എന്നാൽ നിങ്ങൾ മറന്നുപോകരുത്, അവിടെ തനിക്ക് എന്ത് കേൾക്കാൻ പറ്റുമെന്നറിയാമോ? ഒരു മൃദുസ്വരം. മൃദുസ്വരം. ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ വാക്തത്വം ദൈവജനത്തോട് ഞാൻ ഇങ്ങനെ പറയാം. നമ്മെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മകനെ നീ ഭോഴിക്കണ്ട, മകനെ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഏകാന്തതയുടെ മധ്യത്തിൽ ആശ്വസിപ്പിക്കുവാൻ ലോകത്തിൽ കഴിയുമെങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമാണ്. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും. ഒരിക്കലും നമ്മളെ അനാഥരായിട്ട് വിടുകയില്ല. നമ്മെ തീച്ചൂളയിലേക്ക് വിട്ടിട്ട് അവിടുന്ന് മാറി നിന്ന് ചിരിക്കുന്ന ദൈവമല്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 പുരുഷന്മാരെ കെട്ടപ്പെട്ടവരായി തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിന് മധ്യത്തിൽ 4-മനായിട്ട് ഇറങ്ങി വന്ന് അവരോട് കൂടെ നടന്ന ഒരു മനുഷ്യപുത്രന് സദൃശനായവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രിയ കുടുംബത്തിലുള്ള വേദനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ഏകാന്തതയ്ക്ക് നിങ്ങളെ അനാഥരായി വിടാതെ ആശ്വസിപ്പിക്കുന്ന ആത്മനാഥന്റെ ഈ വാക്തത്വത്തെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുവാൻ ഇടയായിട്ട് തീരണം. ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ ഇങ്ങനെ പറയാം. ഒരുപക്ഷെ ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ഏകാന്തമായിട്ട് വീടിനുള്ളിൽ കഴിയുന്നവരുണ്ടാകാം. ആ ഏകാന്തതയുടെ മധ്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ഒരിക്കലും അനാഥരായി വിടാത്ത, മകനെ മകളെ എന്ന ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ഒരാത്മനാഥൻ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യാശയേറെ നൽകി നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ഈ പ്രതിസന്ധി അതിജീവിക്കുവാൻ നമുക്ക് ബലം നൽകുന്ന വിഷയമാണ്. ഇനി 27-ാമത്തെ വാക്യം നോക്കുക. 27-ാമത്തെ വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കർത്താവ് നൽകുന്ന അടുത്ത വാക്തത്വം ഇതാണ്, ഞാൻ എന്ത് തരുന്നു? ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ച് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ലോകത്തിൽ ഇല്ലാത്തത് എന്താ? ഈ ലോകത്തിൽ സമാധാനമില്ല. എന്നാൽ നമ്മുടെ ആത്മനാഥൻ പറഞ്ഞ വാക്ക്, പീസ് ദാറ്റ് ഐ ഗിവ് ടു യു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പോൾ സമാധാനത്തിന്റെ പ്രഭുവായവൻ സമാധാനം തന്റെ മക്കൾക്ക് തന്നിട്ടുണ്ട്. എന്തിനാ ഈ സമാധാനം തന്നിരിക്കുന്നത്? ഈ ഭാഗം ശ്രദ്ധിച്ച 3 സമാധാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ദ പീസ് ഓഫ് ഗാഡ്, ദൈവീക സമാധാനം. അതാണ് ഒന്നാമത് വായിക്കുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 2, കർത്താവ് പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ദ പീസ് ഓഫ് ക്രൈസ്റ്റ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇനി 3-മതൊരു സമാധാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്നാൽ ലോകം തരുന്ന സമാധാനം, അങ്ങനെയും ഒരു സമാധാനമുണ്ട്. ലോകം സമാധാനത്തിന്റെ പിന്നാലെ പോവുകയാണ്. ഒരുപക്ഷെങ്കിൽ ഒരു വെള്ളക്കൊടി ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർ പറയുന്നത് സമാധാനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ വല്യപ്പച്ചൻ മരിച്ചു. എൻ്റെ വല്യപ്പച്ചൻ മരിച്ചപ്പോൾ വളരെ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തിലേക്ക് എൻ്റെ ഇളയ ഉപ്പാപ്പനെ, അതായത് എൻ്റെ വല്യപ്പച്ചൻ്റെ ഇളയ മകനെ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹത്തിന് ആശ്വസിപ്പിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം അല്പം മദ്യപിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് എൻ്റെ ഉപ്പാപ്പനോട് പറഞ്ഞൊരു വാക്ക് ഇന്നൊന്ന് വണ്ണം എൻ്റെ മനസ്സിലുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, എടാ ഇത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും, എൻ്റെ അമ്മയൊക്കെ മരിച്ചിട്ടുള്ളതാണ്, ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അവന്റെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ വാക്കാ, ഇത് 2 ദിവസത്തേക്കിനേ ഉള്ളൂ. അതാണ് ലോകം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ഈ ലോകം കൊടുക്കുന്ന സമാധാനം പലപ്പോഴും താൽക്കാലികമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ താൽക്കാലികമായിട്ട് അതിജീവിക്കുവാനുള്ള സമാധാനമാണ് ലോകം കൊടുക്കുന്നത്, ലോക നേതാക്കൾ കൊടുക്കുന്നത്. ഈ ചുറ്റുവട്ടങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് വിനയത്തോടെ പറയട്ടെ, ലോകം സമാധാനത്തിന് വേണ്ടി ഓടുകയാണ്. എന്നാൽ ലോകത്തിന് ലഭിക്കുന്ന സമാധാനം അത് താൽക്കാലിക
താൽക്കാലികമായിരിക്കുന്ന സമാധാനമാ. സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നെങ്കിലും അതിന് മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് സമാധാനത്തിനെ കാണുവാൻ കഴിയുന്നില്ല. നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രേ ഫോർ ദ പീസ് ഓഫ് ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, ജെറുസലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ അത് എഴുതി വെച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നും സമാധാനം എവിടെയില്ല? ആ നാടിനില്ല, ഒരിടത്തും സമാധാനമില്ല. ലോകത്തിൽ സമാധാനമില്ലെങ്കിൽ അവിടെ നമ്മുടെ ആത്മനാഥൻ കൊടുത്ത വാഗ്ദത്തം നിങ്ങൾ ശ്രദ്ധിക്കണം. പീസ് ദാറ്റ് ഐ ഗിവ് ടു യു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിട്ട് വിടവാങ്ങി പോകുന്നതിന് തൊട്ടു മുമ്പായി കർത്താവ് കൊടുത്തതാണ് എന്ത്? സമാധാനം കൊടുത്തു. അപ്പോൾ ഈ സമാധാനത്തിന്റെ പ്രത്യേകത ഞാൻ ഇങ്ങനെ പറയാം, ഇത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ സ്വഭാവമായിരിക്കുന്ന ആ സമാധാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദ പീസ് ഓഫ് ഗോഡ്, ദൈവിക സമാധാനം ഞാൻ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എല്ലാവർക്കും തരിക. ഞാൻ പറയട്ടെ, ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് എന്താ വേണ്ടിയെന്നറിയാമോ? എന്താ വേണ്ടി? വേറെന്തുണ്ടെങ്കിലും പറ്റുകയില്ല. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ കവിയണം. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അതാണ് മാനുഷിക ബുദ്ധികൾക്ക് അപ്പുറമായിരിക്കുന്ന സമാധാനം. അതാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അത് നമ്മുടെ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ഒരുപോലെ ഇറങ്ങി സമാധാനം തരുന്നതാണ്. ആ സമാധാനം ആര് തന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് തന്നത്, ശിഷ്യന്മാർക്ക് കൊടുത്തത്. പതറിപ്പോകണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട, നിങ്ങൾ ആരും നിരാശനായിട്ട് തീരണ്ട, നിങ്ങൾ അനാഥരാണെന്ന് ചിന്തിക്കണ്ട. ഞാൻ എന്തു തരാം? സമാധാനം ഞാൻ ഇവിടെ തന്നിട്ടാണ് പോകുന്നത്. ഇനി ഇത് പറഞ്ഞതിന് ശേഷം കർത്താവ് ചേർത്ത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവിന് ഒരു മിസ്റ്റേക്ക് പറ്റിയോ? എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് തോന്നത്തക്കതില്ല. കർത്താവ് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറയാം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിന് ഒത്തിരി അർത്ഥമുണ്ട് ആ വാക്കിന്. മൈ പീസ് that I give to you. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ദൈവിക സമാധാനം. ഇനി അടുത്ത പറയാം, പീസ് ഓഫ് ക്രൈസ്റ്റ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ ഈ വ്യത്യാസം എന്നറിയാമോ? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കർത്താവ് എവിടേക്കാ പോയത്? എവിടേക്കാ പോയി? നമ്മൾ നോക്കണം, ക്രൂശിലേക്ക് വന്നു. 18-ാം അധ്യായത്തിൽ കെദ്രോനോട് കടന്ന് നമ്മുടെ കർത്താവ് നേരെ പോകുന്നത് ഗത്സമനയിലേക്കാണ്. അവിടെ ചെന്ന പിതാവിന്റെ സന്നിധിയിൽ തന്റെ ഒരുപാട് വീട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ എന്ന് ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയട്ടെ, ആ മരണത്തെ അതിജീവിക്കുവാൻ, മരണം താൻ ഏറ്റെടുക്കുവാൻ, ആ പാപത്തിന്റെ കഠോരമായിരിക്കുന്ന വേദന മനുഷ്യവർഗത്തിൻ്റെത് മുഴുവനും തന്റെ ശരീരത്തിലേക്ക് താൻ ഏറ്റെടുക്കുന്ന സ്വർഗത്തിലെ ദൈവം പുത്രന്റെ മേൽ സകല മനുഷ്യന്റെയും പാപം ചുമന്നൊഴിക്കുന്ന ആ സമയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നുവെന്ന് അവിടെ നിന്ന് പറയുമ്പോൾ, അവിടേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയാണ്, മൈ പീസ് ദാറ്റ് ഐ ഗിവ് ടു യു എന്ന് പറഞ്ഞാൽ, ഇത്ര വലിയ പീഡയിലൂടെ കർത്താവ് കടക്കാൻ പോകുന്നു എന്ന ചിന്ത കർത്താവിനെ ഭരിക്കുമ്പോഴും തന്റെ എണ്ണിലുണ്ട്, തന്റെ ഇനത്തുണ്ട് സമാധാനമുണ്ട്. ആ സമാധാനമാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? എനിക്ക് നിങ്ങൾക്ക് തന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവ് അനുവദിച്ച വേദനയുടെയും കർത്താവ് അനുവദിച്ച ത്യാഗത്തിന്റെയും ക്രൂശുമരണത്തിന്റെയും ഒരവസ്ഥ പോലും നാം അനുഭവിക്കുകയില്ല. എന്നാൽ ഇനി അങ്ങനെ ഒരു വേദനാജനകമായ സാഹചര്യത്തിൽ പോയാലും ദൈവിക സമാധാനം മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് തരുന്ന സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധന്യനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സമാധാനം, സമാധാനത്തിന്റെ ദൈവം നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. അപ്പോൾ കർത്താവ് നൽകുന്ന വാഗ്ദത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് പറഞ്ഞത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ദൈവിക സമാധാനം, ക്രിസ്തു നൽകുന്ന സമാധാനം. ഇനി അതിന്റെ 14-ാം അധ്യായത്തിന്റെ ആരംഭഭാഗത്തിലേക്ക് ഒന്ന് വരാമോ? അതിന്റെ 3-ാമത്തെ വാക്യം. 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ അടുത്ത വാഗ്ദത്തമാണ്.
ആ വാക്തത്വം ഇങ്ങനെ പറയുന്നത്. അത് പറഞ്ഞ കർത്താവ് തുടങ്ങിയത്, എങ്കിലും ഞാൻ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഒടുവിൽ അത് പറഞ്ഞതേ ഉള്ളൂ. കർത്താവ് പറയാണ്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ചോദിക്കട്ടെ, ഇതിനപ്പുറത്തൊരു വാക്തത്വം തന്ന ലോകത്തിൽ ആരാ ഉള്ളത്? ഞാൻ പോവുകയാന്ന് പറഞ്ഞ് നിലവിളിച്ചു പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇതെന്റെ അവസാനം, ഇതാ എന്നെ കൊണ്ടുപോകാൻ വരുന്നു എന്ന് പറഞ്ഞ് മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ ആളുകളുമുണ്ട്. ഇതാ ഞാൻ പോകുന്നു എന്ന് അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അനേക ഭക്തന്മാർ മരിച്ചപ്പോൾ ഇതാ എന്നെ കൊണ്ടുപോകാൻ സ്വർഗീയ ദൂതന്മാർ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതാ ഞാൻ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ഓരോ വ്യക്തിത്വമേ ഉള്ളൂ. ആ വാഴ്ത്തപ്പെട്ട കർത്താവ് കൊടുക്കുന്ന വാക്തത്വം നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഈ രണ്ട് പദവും പറയാം. ഞാൻ ആദ്യം വായിച്ച വേദഭാഗം ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് തീരും. എപ്പോഴാണ് തീരുന്നത്? ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കാണും. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് തരും. ഈ വാക്ക് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ രണ്ട് പദപ്രയോഗം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ദുഃഖമൊക്കെ മാറും. എപ്പോഴാണ് മാറുന്നത് അറിയാമോ? നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ല ഇത് മാറുന്നത്. ആ വാക്ക് എത്ര ക്ലിയർ ആയിട്ട് എഴുതിയേക്കെന്ന് നോക്കിയേ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴല്ല ഇത് മാറുന്നത്. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയാം, ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ കാണുമെന്ന്. തൻ്റെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ വിട്ടുപോയി. വത്സലി അമ്മച്ചി പോയി, നാളെ നമ്മൾ മണ്ണിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. അമ്മച്ചി അങ്ങോട്ട് പോയിട്ട് കാണുമെന്നല്ല കർത്താവ് പറയുന്നത്. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കാണും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. ഈ കർത്താവിന്റെ അടുക്കിലേക്ക് കർത്താവിനെ നമ്മൾ കാണാൻ പോകുന്നത് കർത്താവിന്റെ ഗംഭീര ശബ്ദം മുഴങ്ങുന്ന സമയത്താണ്. കർത്താവ് പറയും, ഞാൻ വരും. ആ വരവിന് വേണ്ടിയ ദൈവജനം കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് വരും. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഒരാശയം കൂടി ഇങ്ങനെ പറയട്ടെ. ഈ കർത്താവ് പറഞ്ഞ ഈ ഭാഗത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരാശയം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി ഇപ്പോൾ കർത്താവ് ഭവനം ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ ചിന്ത അവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ മറ്റൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരട്ടെ. കർത്താവ് ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവുക. ഇത് പറഞ്ഞിട്ട് കർത്താവ് പോയത് എവിടേക്കാണെന്ന് നിങ്ങളോട് മനസ്സിലാക്കിയേ. കർത്താവ് എവിടേക്കാണ് പോയത്? കർത്താവ് നേരെ പോയത് ഗോൽഗോഥ മലയിലേക്ക്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. എന്നിട്ട് ചേർത്ത് പറയുന്ന വാക്കാ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ അടുത്ത വാക്ക്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നിട്ട് കർത്താവ് വീണ്ടും പറഞ്ഞു, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. മനുഷ്യന് വസിക്കുവാൻ യോഗ്യമായിരിക്കുന്ന നിരവധി വാസസ്ഥലങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ കർത്താവ് ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുക എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. എന്തിനാ സ്ഥലം എന്നറിയാമോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ആ സ്ഥലം ഒരുക്കിയതിനു ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ചുറ്റുവട്ടങ്ങളിൽ ഇതിനകത്ത് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനൊരു വാക്കിങ്ങനെ പറയട്ടെ. മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകുവാൻ, പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന പുത്രനിലൂടെ ഒരുക്കിയ ഒരു ഇടമായിരുന്നു. ഏതിടമെന്ന് പറയുന്നത്? കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ വാക്ക്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അവിടെ പോയി നമ്മുടെ ആത്മനാഥൻ അതിവേദന അനുഭവിച്ചു. അവിടെ പോയി നമ്മുടെ കർത്താവ് വേദനപ്പെട്ട് മരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ടാണ് തോമസ് ഉടനെ ഒരു ചോദ്യം ചോദിച്ചു, നീ പോകുന്ന വഴി ഞങ്ങൾക്കറിയില്ല, അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, അമ്മച്ചി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അമ്മച്ചി കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചു, ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. ഈ ഒരുക്കിയ സ്ഥലത്തിലൂടെ അമ്മച്ചിക്ക് യാത്ര ചെയ്യുവാൻ ജീവിതത്തിനിടയായിട്ട് തീർന്നു. അമ്മച്ചിയുടെ ഭർത്താവിനിടയായിട്ട് തീർന്നു, മക്കൾക്കിടയായിട്ട് തീർന്നു, ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിനിടയായി
വഴിയായിട്ട് തീർന്നു. ആ സ്ഥലത്തിലൂടെ നമുക്ക് ജീവിതത്തിന്റെ ഓരോരോ സാഹചര്യങ്ങളിൽ നമുക്ക് അവിടേക്ക് എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നത് കൊണ്ട് നമുക്ക് ഏവർക്കുമുള്ള പ്രത്യാശ എന്ന് പറയുന്നത്, ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് അവിടുന്ന് നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകുമെന്ന വലിയ വാഗ്ദത്തമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടത്. ഇന്ന് രാത്രി പറയട്ടെ, എത്ര പ്രത്യാശയുള്ള വാക്കാ നമ്മുടെ കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എനിക്ക് കർത്താവ് എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്. എവിടാ പോയി ഇരുന്നത്? എവിടാ പോയി ഇരുന്നത്? പ്രത്യാശ വർദ്ധിക്കണം. എവിടാ പോയി ഇരുന്നത്? നാം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്നു, പിതാവിന്റെ വലത്തു ഭാഗത്ത്, മഹിമയുടെ വലത്തു ഭാഗത്ത്. ഞാൻ എൻ്റെ ഭാഷ ഇങ്ങനെ പറയുക, അത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല, ഞാനങ്ങ് കൊതിച്ച് പറയുക. നമ്മൾ പോയി ഇരിക്കാൻ പോകുന്ന എവിടാന്നറിയാമോ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ കർത്താവിൻ്റെ വലതുവശത്ത് ഞാനും പോയി ഇരിക്കും. തൻ്റെ മക്കളെല്ലാവരും ഇരിക്കും. മക്കളെല്ലാവരുടെ അപ്പൻ്റെ അടുക്കലേക്ക് ഒരുപോലെ ചെന്നു ചേരും. നാം എല്ലാവരും അവനോട് സദൃശന്മാരായിട്ട് തീരുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരായി തീരുമെന്ന തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം എല്ലാവരും ഒരു ദിവസം ആ ശുഭകരമായ തുറമുഖത്ത് എത്തിച്ചേരും, യാതൊരു സംശയവുമില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരുവാനായിട്ട് ഏറ്റവും സമയം അടുത്തിരിക്കും. കർത്താവ് വരുമ്പോൾ നാം എല്ലാവരും തൻ്റെ അടുക്കിലേക്ക് പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമുണ്ട്, ചെറിയ സാർ എഴുതിയത എന്നാണ് എൻ്റെ ഓർമ്മ. വാഴ്ത്തുവിൻ ക്രിസ്തു യേശുവിൻ പാദം വന്നിപ്പിൻ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിങ്ങനെയാണ്, കൈവേലയല്ല വീടൊന്നു വിണ്ണിൽ, കൈവേലയല്ല വീടൊന്നു വിണ്ണിൽ, കൈവശമാകും നമ്മൾക്കു ഭാവിയിൽ. ചെന്ന് വേണം, കൈവശമാകും നമ്മൾക്കു ഭാവിയിൽ. കാന്തനോടോ താനന്ദിച്ചിടാം, അവിടാശ്വസിച്ചിടാം. കാന്തനോടോ താനന്ദിച്ചിടാം, അവിടാശ്വസിച്ചിടാം. കാലാകാലങ്ങളെ വിശ്വസിച്ചവർ എല്ലാം ഒന്നു ചേർന്നിടും. കാലാകാലങ്ങളായി വിശ്വസിച്ചവർ എല്ലാം ഒന്നു ചേർന്നിടും. വാഴ്ത്തുവിൻ ക്രിസ്തു യേശുവിൻ പാദം വന്നിപ്പിൻ, രക്തം ചിന്തി വീണ്ടെടുത്ത ജീവമാതനെ വാഴ്ത്തുവിൻ. വീണു വന്നിപ്പിൻ, രക്തം ചിന്തി വീണ്ടെടുത്ത ജീവമാതനെ വാഴ്ത്തുവിൻ. വീണു വന്നിപ്പിൻ. അതിലൊടുവിലത്തെ സ്ഥാൻസ നിങ്ങൾ ശ്രദ്ധിച്ചോ? നാം പാടിയത് ഇങ്ങനെയാണ്, കാലാകാലങ്ങളായി വിശ്വസിച്ചവരെല്ലാം ഒന്ന് ചേർന്നിടും. പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ പ്രിയപ്പെട്ടവർ. അങ്ങ് സ്തെഫാനോസ് തുടങ്ങി നാളിതുവരെയും നമ്മെ വിട്ടുപോയ സകല വിശുദ്ധന്മാരും ഒരൊറ്റ ദിവസം, ഒരൊറ്റ സുപ്രഭാതത്തിൽ, ഒരൊറ്റ ഗംഭീര ശബ്ദത്തിന് മുമ്പാകെ, ഒരൊറ്റ അന്ത്യകാഹളനാദത്തിൽ എല്ലാവരും ഈ ആപാറ്റമളയെ പോലെ പറന്ന് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ഒന്നിച്ച് സംഗമിക്കാൻ പോകുന്നു. സന്തോഷമില്ലയോ? ആർക്കും പ്രത്യാശയില്ലയോ? നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ, പ്രത്യാശ നമുക്ക് വരട്ടെ. അവിടെയാ കർത്താവ് പറഞ്ഞത്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. സന്തോഷം വരണേ എന്ത് ചെയ്യണം? നാം ഇനി കർത്താവിനെ കാണണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ കർത്താവിനെ നമ്മൾ കാണാൻ പോവുകയാണ്. കർത്താവിനെ കാണുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് ഈ താഴ്ചയുള്ള ശരീരം മാറി അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു വലിയ സമയം വരാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി നാം എല്ലാവരും തയ്യാറെടുത്തുകൊണ്ട് വയ്ക്കുക. അപ്പോൾ
അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒറ്റ കാര്യം സംഭവിക്കും. എന്താ സംഭവം എന്നറിയാമോ? അവിടെ ചെല്ലുമ്പോൾ നാം എല്ലാവരും കർത്താവിനെ പോലെ ആയിത്തീരും. അതിനെക്കുറിച്ച് ചിലർ പറയുന്നു 33.5 വയസ്സായിരിക്കും നമുക്കെന്ന്. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം മുഖത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. 33.5 വയസ്സായിരിക്കും, എന്തുമാകട്ടെ അതെനിക്കറിയില്ല. പക്ഷേ നാം അവനോട് സദൃശ്യന്മാരായിട്ട് തീരും. സദൃശ്യന്മാരായിട്ട് തീരുമ്പോൾ ഒരു പാട്ടുകാരൻ ചോദിച്ചു, അയ്യോ ഇവിടെ പോയി എങ്ങനെയാ ഇനി നമ്മൾ ആളുകളെ തിരിച്ചറിയും? എല്ലാവരും ആരെ പോലെ ആയി തീരുക, എല്ലാവരും കർത്താവിനെ പോലെ ആയിട്ട് തീരുക. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാ എന്ത് ഇതൊന്ന് കണ്ടുപിടിക്കാൻ. ആരെ കണ്ടുപിടിക്കാൻ? വാസ്തവത്തിൽ നിങ്ങൾക്കറിയാം, ഈ കുടുംബം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് കർത്താവ് അങ്ങൊന്ന് വരണം. വന്നാൽ എന്താ? വന്നാൽ വിട്ടുപിരിച്ച അമ്മച്ചിയെ ഉള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങളുടെ പ്രിയ പത്നി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മക്കൾ, ഇവരെല്ലാം നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഹൃദയത്തിന്റെ തുടിപ്പാണ് താമസം വിന കാണാം. ആ നിദ്രയൊന്ന് മാറി ഉണരുന്ന സമയത്ത് ഒന്ന് കാണാമെന്ന കൊതിയോടെയായിരിക്കുന്നത്. ഞാനൊരു വാക്കിങ്ങനെ പറയാം, അവിടെ ചെല്ലുമ്പോൾ നമ്മളേറെ തുടിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ ആയിരിക്കില്ല. നമ്മളെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കാണാനാകില്ല നമ്മുടെ ഹൃദയം തുടിക്കുന്നത്. മറിച്ച് എന്തിനു വേണ്ടിയായിരിക്കും? നമ്മുടെ കർത്താവിനെ ഒന്ന് കാണണം. പക്ഷെ ഒറ്റ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നാം എല്ലാവരും അവനോട് സദൃശ്യന്മാരായിട്ട് തീർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനൊരു കാര്യം ഒരു പാട്ടുകാരൻ ഒരു സാൻസറിൽ എഴുതിയിട്ടുണ്ട്. പാടിടും കാൽകരം കണ്ടിടുമ്പോൾ വീണിടും ഞാൻ നിന്റെ മുമ്പിൽ. ഒരൊറ്റ വ്യത്യാസമുണ്ട്. അവിടെ ഇരിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാർ സംഗമിക്കുന്ന ആ നിത്യതയുടെ തീരത്ത് ദൈവജനം എത്തിച്ചേരുമ്പോൾ അവിടെ ഒരൊറ്റ വ്യക്തിക്ക് മാത്രം ഒരു വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാവരും അവനോട് സദൃശ്യന്മാരായിട്ട് തീരും. എന്നാൽ ഒരുവന് മാത്രം ഒരു പ്രത്യേകത. ആ പ്രത്യേകത ഇന്ന് രാത്രി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ദേശനിവാസികൾ അത് കേൾക്കണം, ഇതിനകത്തിരിക്കുന്നവരത് കേൾക്കണം. പാടിടുന്ന കാൽകരം ആ കയ്യിലും കാലിലും കാണാൻ കഴിയും. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോൽഗോഥയിലേക്ക് കടന്നു എന്ന മനുഷ്യന്റെ പാപത്തെ മുഴുവൻ തന്റെ ശരീരത്തിന്മേലെടുത്തുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഈ രണ്ട് കൈയും കാലും നീട്ടിവെച്ച് പച്ച കുരിശിന്റെ യേശു കിടന്നനുഭവിച്ച വേദനയുണ്ടല്ലോ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ഈ അമ്മച്ചിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, അമ്മച്ചിക്ക് ഒരു ഭർത്താവിനെ കിട്ടി, മക്കളെ കിട്ടിയെന്നൊന്നുമല്ല, ആ കർത്താവിന്റെ ഒരു മകളായി തീരുവാൻ ഇടയായിട്ട് തീർന്നു. ഇത് രാത്രി പറയട്ടെ, ആ കർത്താവിന്റെ കൈകൾ തുളയ്ക്കപ്പെട്ടത്, കാലുകൾ തുളയ്ക്കപ്പെട്ടത്, ശരീരമാസകലം അടികളേൽക്കപ്പെട്ടത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. ഇത് നമുക്ക് അംഗീകരിക്കുവാൻ, ഇത് നമുക്ക് വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യവും സന്തോഷവും എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ പിന്നെയും ഞാൻ നിങ്ങളെ വന്ന് കാണുമ്പോൾ നിങ്ങളുടെ ദുഃഖം എങ്ങനെ മാറും? സന്തോഷമായിട്ട് മാറും. അപ്പോൾ ദുഃഖമുണ്ട്. ഈ ദുഃഖം മാറണമെങ്കിൽ എങ്ങനെ മാറത്തുള്ളൂ? നമ്മുടെ കർത്താവ് വരണം. ഈ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന്റെ അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാകും. മണ്ണിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോകുന്ന വാത്സല്യ അമ്മച്ചിയുടെ ഭൗതിക ശരീരം കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അവൻ നമ്മെ വന്ന് കാണും. അതെങ്ങനെയാണെന്ന് പൗലോസ് വിശദീകരിച്ചു. 1 തെസ്സലോനിക്കർ 4:13 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊന്നിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത വാക്കൊന്ന് വായിച്ചേ. എങ്ങനെ വായിക്കുന്നേ? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിപ്പിൻ. എന്നിട്ട് പറയുക ഈ വചനങ്ങളെ കൊണ്ട്. അപ്പൊ ആശ്വാസം നൽകുന്ന ഏത് വാക്കിനാ? അയ്യോ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പോവുക. ഞാനിങ്ങനെ വിചാരിച്ചു, ഒരു മീറ്റിംഗ് വെച്ചു, മരണത്തിന്റെ കാരണത്താലാ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചാലും നമ്മൾ ഇങ്ങനെ കൂടിയപ്പോൾ എത്ര സന്തോഷമാണ്. അങ്ങനാണെങ്കിൽ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇനി വിട്ടുപിരിയാത്ത ആ മണ്ണിൽ ഞാൻ നിങ്ങൾ ഒരുപോലെ എത്തിച്ചേരും. നമ്മുടെ വിട്ടുപോയവരെ നാം അന്ന് അവിടെ കാണും, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കാണും. നാം അവിടെ ഒരുപോലെ പോയി നിത്യകാലം കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമെന്ന ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും വർദ്ധിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ
ഹൃദയം കലങ്കരുത്, നിങ്ങൾ ഹൃദയം കലങ്കരുത്. നിങ്ങൾക്ക് ആശ്വസിക്കാറുള്ളതെല്ലാം കർത്താവ് നൽകി. എന്നിട്ട് കർത്താവ് ചേർത്ത് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് തീരും. ഒരു വാക്കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ഇങ്ങനെയാ, ഞാനത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കട്ടെ. കർത്താവ് പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്ക് ഒരല്പം പാടുവന്നു. അപ്പോൾ പറയുകയാണ്, ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അവൾ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയുക, എന്നാൽ കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ള കാരണത്താൽ അവൾ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ ഞാൻ പിന്നെയും വന്ന് കാണും, അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് തീരും. ആ സന്തോഷം നിങ്ങളിൽ നിന്നാരും എടുത്തു കളയുകയില്ല. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരമ്മ 10 മാസം ചുമന്നുകൊണ്ട് നടക്കുന്ന കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് പെറ്റിടുമ്പോൾ ആ മാതാവ് കടന്നു പോകുന്ന വേദന ലോകം കണ്ട ഏറ്റവും വലിയ വേദനയാണ്. ആ വേദനയിലൂടെ പ്രസവിച്ച് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ അനുഭവിച്ച വേദനയ്ക്ക് ഒരു കാരണവുമില്ല. അത് പെട്ടെന്ന് മാറുന്നത് പോലെ ഈ നൈമിഷികമായ ജീവിതകാലത്ത് ദൈവജനത്തിന് വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, രോഗമുണ്ട്. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്. ഇത് മാറും, ഇതെപ്പം മാറും. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ കാണുമ്പോൾ നാം അവനോട് ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് നമ്മുടെ ദുഃഖമെല്ലാം മാറി നാം അവനെ പോലെ ആയിത്തീരും. ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആയി നിറങ്ങട്ടെ. പ്രത്യാശാനിർഭരമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മാനുഷികമായ വാക്കുകളാൽ ആശ്വസിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസത്തിന് കാരണമായിട്ട് തീരട്ടെ. പ്രിയ പിതാവിനെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ ആശ്വാസത്താൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ വളരട്ടെ. ഇന്ന് രാത്രിയിൽ ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഭവനങ്ങളിലിരുന്നോ ചുറ്റുപാടുകളിലിരുന്നോ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാനൊരു വാക്ക് സ്നേഹത്തോടെ പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, നിങ്ങളുടെ പാപത്തിന് വേണ്ടി വേദന സഹിച്ചും മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ വെന്നുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആത്മാ കർത്താവായിരിക്കുന്ന ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകുമോ? കർത്താവേ, ഞാനൊരു മഹാപാപിയാണ്, എൻ്റെ പാപത്തിനായിട്ടാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്. അങ്ങയുടെ കയ്യിലടിച്ച ഓരോ അടിയും എൻ്റെ കൈ കൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടിയാണ്. അങ്ങയുടെ കാലിലടിച്ചാണ് ആവശ്യമില്ലാത്ത വഴിത്താരയിലൂടെ ഞാൻ നടന്നതിനുള്ളതാണ്. എൻ്റെ അവിടുത്തെ ഹൃദയം കുന്തങ്ങളാൽ കുത്തി തുളയ്ക്കപ്പെട്ടത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിരൂപിച്ച പാപങ്ങൾ കൊണ്ടാണ്. അവിടുത്തെ തലയിൽ മുൾക്കിരീടം വെച്ചത് എൻ്റെ തലയിലേക്ക് എൻ്റെ മുൾക്കിരീടമായിരുന്നു. അങ്ങേറ്റ ഓരോ അടികളും എൻ്റെ പാപത്തിന്റെ ശിക്ഷയായിരുന്നു എന്നുള്ളത് അംഗീകരിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനായി കർത്താവായിട്ട് അംഗീകരിക്കുക. ആര് താല്പര്യം കാണിക്കുന്നുമോ ആ ഹൃദയങ്ങൾക്ക് നൽകുവാനുള്ള ആശ്വാസമാണ് ഈ പ്രാണപ്രിയനായ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയതെങ്കിൽ ഈ ആശ്വാസം ഇതുവരെയും സ്വീകരിക്കാത്ത, ഈ പ്രത്യാശ ഇതുവരെയും ഇല്ലാത്ത ആരെങ്കിലും ഇത് രാത്രി ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് വരുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകി സഹായിക്കട്ടെ. അതിനായിട്ട് ചെയ്യേണ്ടിയ ലളിതമായ ഒരു പ്രാർത്ഥന, ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാനൊരു മഹാപാപിയാണ്, എൻ്റെ പാപത്തിനായിട്ട് അവിടുന്ന് ക്രൂശിൽ മരിച്ചു. ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി അംഗീകരിക്കുന്നു. ഈ ലളിതമായ പ്രാർത്ഥനയുടെ വാചകം താങ്കളെയും സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുന്നതാണ്. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലൂടെ ഒരു വാളെന്ന പറഞ്ഞ് ഈ സന്ദേശം ഇറങ്ങിച്ചെല്ലട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസഭിത്തികളെ അത് കുത്തിക്കീറട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഈ കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായി അംഗീകരിച്ച് ദൈവമക്കളാകുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ നാമം മാത്രം മഹിമപ്പെടുന്നതാകട്ടെ.